നമസ്കാരം. കേരള സർക്കാർ നടത്തുന്ന നവകേരള സദസ്സുമായിട്ട് ബന്ധപ്പെട്ട കോലാഹലങ്ങളാണ് നമ്മൾ മാധ്യമങ്ങളിൽ കൂടുതലായിട്ടും കാണുന്നത്. ജനത്തിന് യാതൊരു ഗുണവുമില്ലാത്ത കാര്യങ്ങൾ നടത്തുന്ന സർക്കാരും ജനങ്ങൾക്ക് യാതൊരുവിധ പ്രശ്നവും ഉണ്ടാക്കാത്ത ചില കാര്യങ്ങളിൽ ഇടപെട്ട് കോലാഹലം ഉണ്ടാക്കുന്ന പ്രതിപക്ഷവും മറ്റു പാർട്ടികളുമൊക്കെ ചേർന്ന് കേരളത്തിലെ ജനങ്ങൾ ലോകത്തിലേക്കും വലിയ കഴുതകളാണ് എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ പലവിധ കോപ്രായങ്ങൾ കാട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഉയരുന്ന ഒന്നാമത്തെ ചോദ്യം, കടത്തിൽ മുങ്ങിത്താണുകൊണ്ടിരിക്കുന്ന കേരള സർക്കാർ എന്തിനാണ് ഈ നവകേരള സദസ്സ് എന്ന കോപ്രായം നടത്തുന്നത് എന്നതാണ്. 4 ലക്ഷം കോടി രൂപയോളമാണ് കേരള സർക്കാരിൻ്റെ കടമെന്ന് ഞാൻ അറിയുന്നു. കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന് ചില പത്രങ്ങളിൽ വരാറുണ്ട്. യഥാർത്ഥത്തിൽ കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൊന്നുമല്ല. കേരള സർക്കാരാണ് സാമ്പത്തിക പ്രതിസന്ധിയിൽ. മലയാളികൾ പണ്ട് മുതൽ തന്നെ അധ്വാനിച്ച് ജീവിക്കുന്നവരാണ്. ഭാഗ്യവശാൽ കേരളത്തിലെ ആൾക്കാർക്ക് വിദേശ രാജ്യങ്ങളിൽ പോകാനുള്ള ബുദ്ധി എപ്പോഴോ തോന്നി. അങ്ങനെ അവർ പോയതുകൊണ്ട് ഇന്ന് കേരളം ആഡംബരത്തോടെ ജീവിക്കുന്നു. വിദേശ രാജ്യങ്ങളിൽ നിന്നും കേരളത്തിന് പുറത്തുള്ള മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുമൊക്കെ വരുന്ന പണം ഉള്ള കാലത്തോളം മലയാളികൾക്ക് പ്രശ്നമൊന്നുമില്ല. അവരുടെ ഏക പ്രശ്നം കേരള സംസ്ഥാനത്തെ ഭരിച്ചു മുടിക്കുന്ന സർക്കാരുകളും അതിൻ്റെ പിന്നിലുള്ള രാഷ്ട്രീയക്കാരുമാണ്. സർക്കാർ എന്ന് പറഞ്ഞാൽ മലയാളിക്ക് ഒരു വിഴുപ്പാണ്. ഈ വിഴുപ്പ് അവർ അകാരണമായിട്ട് ചുമക്കുകയാണ്. 10 രൂപയ്ക്ക് കിട്ടുന്ന സാധനം ഈ സർക്കാരുള്ളത് കൊണ്ട് അവർക്ക് 100 രൂപയ്ക്ക് കിട്ടുന്നു. 5 രൂപയ്ക്ക് കിട്ടുന്ന സാധനം സർക്കാർ മൂലം അവർക്ക് 50 രൂപയ്ക്ക് കിട്ടുന്നു. സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം സർക്കാർ മൂലം ഇല്ലാതാകുന്നു. ജനങ്ങൾക്ക് വേണ്ടാത്തതൊക്കെ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ഈ സർക്കാരെന്ന് പറയുന്ന ഗുണമില്ലാത്ത സംവിധാനം നിരന്തരം ശ്രമിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ, ഇങ്ങനെ ഒരു സർക്കാർ ഇവിടെ ഇല്ലെങ്കിൽ മലയാളികളുടെ ജീവിതം വളരെയധികം സുഗമമായിരിക്കും. ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന വില പല സാധനങ്ങൾക്കും പകുതിയിലേറെ താഴേക്ക് പോകും. ഇവിടെ രാഷ്ട്രീയ കോലാഹലങ്ങളോ അടിപിടികളോ യുദ്ധങ്ങളോ ഉണ്ടാകില്ല. എന്നാൽ ഇപ്പോൾ നമ്മൾ ഇവിടെ ഒരു സർക്കാരുള്ളതുകൊണ്ടും രാഷ്ട്രീയക്കാരുള്ളതുകൊണ്ടും അവരുള്ളത് കൊണ്ട് മാത്രം സമാധാനമില്ലാതെ ജീവിക്കുന്നവരാണ്. പക്ഷെ എന്തുകൊണ്ടാണ് കേരളത്തിലെ ജനങ്ങൾക്ക് നിരന്തരം പ്രശ്നമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സർക്കാർ അവരുടെ പ്രശ്നം പരിഹരിക്കാനെന്ന പേരിൽ ഈ നവകേരള സദസ്സ് എന്ന് പറയുന്ന കലാപരിപാടി ആവിഷ്കരിക്കുന്നത്? അതിലുപരി ഇവർ ഈ കലാപരിപാടിയുമായിട്ട് സഞ്ചരിക്കുമ്പോൾ അപ്പുറത്ത് ഇവരെ പോലെ തന്നെ ജനങ്ങളെ ദ്രോഹിക്കാനായിട്ട് നിലകൊള്ളുന്ന BJPയും കോൺഗ്രസും ഒക്കെ ഇവരെ കരിങ്കൊടിയോ മറ്റോ കാണിക്കുമ്പോൾ മുഖ്യമന്ത്രിക്ക് കറുപ്പ് നിറത്തോട് എന്താണ് ഇത്ര വിരോധം? അല്ലെങ്കിൽ കരിങ്കൊടി എന്ന് പറയുന്നത് ഒരു മോശം സാധനമാണെന്ന് ഇവരൊക്കെ ചിന്തിക്കുന്നതിന് പിന്നിലെ കാരണം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരു വ്യക്തി മരിക്കുമ്പോൾ ആ വീട്ടിലും നാട്ടിലുമൊക്കെ ചില ആൾക്കാർ കറുത്ത കൊടികൾ കെട്ടിവെക്കാറുണ്ട്. കറുപ്പ് ദുഃഖത്തിൻ്റെ അടയാളമാണെന്നാണ് പറയുന്നത്. പക്ഷേ മുടി നരയ്ക്കുമ്പോൾ, മീശ നരയ്ക്കുമ്പോൾ പല ആൾക്കാരും അതിനെ കറുപ്പിച്ച് വീണ്ടും ദുഃഖത്തിൻ്റെ അടയാളമാക്കാറുണ്ട്. അതേപോലെ തന്നെ കറുത്ത വസ്ത്രങ്ങൾ ധരിച്ച് ഫാഷൻ ഷോയിൽ പോകുന്ന ആൾക്കാർ അത് ദുഃഖത്തിൻ്റെ അടയാളമായതുകൊണ്ടാണോ അങ്ങനെ ചെയ്യുന്നത്? കുടകൾക്ക് കറുത്ത നിറമുള്ളത് അവ ദുഃഖത്തെ പ്രതിനിധീകരിക്കുന്നതുകൊണ്ടാണോ? കറുപ്പും ദുഃഖവും തമ്മിൽ ഒരു ബന്ധവുമില്ല. കറുപ്പ് വളരെ മനോഹരമായ ഒരുപാട് അർത്ഥതലങ്ങളുള്ള നല്ലൊരു നിറമാണെന്ന് നമ്മൾ ചിന്തിച്ചാൽ കരിങ്കൊടിയോട് എന്തെങ്കിലും അപകർഷതാബോധമോ അല്ലെങ്കിൽ കരിങ്കൊടി കാണുമ്പോൾ ഹാലിളകേണ്ട കാര്യമോ ഉണ്ടോ? അപ്പോൾ മനഃപൂർവ്വമായിട്ട് ഈ സംഭവത്തെ ഒന്ന് ആളിക്കത്തിക്കണം, ഇത് മാധ്യമ ശ്രദ്ധ നേടണം എന്നതിൻ്റെ പേരിൽ മാത്രമാണ് ഈ കരിങ്കൊടിക്കാർക്കെതിരെയുള്ള കലാപം. എന്തിനു വേണ്ടിയായിരിക്കും ഇവരിത് ചെയ്യുന്നത് എന്നുള്ളത് വളരെ പ്രസക്തമായ ചോദ്യമാണ്. നിങ്ങൾ തിരിച്ചറിയണം, ശരിയായിട്ടൊന്ന് ആലോചിക്കണം. അതായത് മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹം ഇങ്ങനെ പോകുമ്പോൾ കുറച്ച് BJPക്കാരോ കോൺഗ്രസ്സുകാരോ അവിടെ നിന്നുകൊണ്ട് കറുത്ത കൊടിയോ കറുത്ത മുണ്ടോ ഒക്കെ ഇങ്ങനെ കാണിച്ചാൽ അവർ കാണിച്ചോട്ടെ എന്ന് കരുതി അങ്ങ് പോയാൽ പോരെ. ജനാധിപത്യ രാജ്യമാണ്.
ജോലിയില്ലാത്തവർക്കും ജോലിയുള്ളവർക്കുമൊക്കെ പ്രതിഷേധിക്കാനുള്ള അവസരമുണ്ട്. അവരവസരം ഉപയോഗപ്പെടുത്തിക്കോട്ടെ. അവരാക്രമിക്കാനൊന്നും ചെല്ലുന്നില്ലല്ലോ, ഒരു പൊടി കാണിക്കുന്നതല്ലോ. അങ്ങനെ അവഗണിച്ച് പോകാവുന്നൊരു കാര്യത്തിന് എന്തിനാണ് അവർ പാവം പിടിച്ച പോലീസുകാരെ ഉന്തിത്തള്ളി വിട്ട് പ്രശ്നം ഉണ്ടാക്കിക്കുന്നത്? പോലീസുകാരുടെ ഗതികേട് സത്യം പറയാൻ ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. പോലീസുകാരുടെ ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ രാഷ്ട്രീയക്കാരുടെ മുമ്പിൽ എത്ര മാന്യമായിട്ടാണ് പെരുമാറുന്നത്. എന്നാൽ നിങ്ങൾക്ക് ശമ്പളം തരുന്ന സാധാരണക്കാരൻ നിങ്ങളുടെ അടുക്കിലേക്ക് ഒരു സഹായത്തിന് വരുമ്പോൾ നിങ്ങളുടെ ശരീരഭാഷ എന്താണ്? നമ്മൾ എല്ലായിടത്തും ഒരുപോലെ പെരുമാറണം. വീട്ടുമൂച്ച് കാണിക്കുന്ന അല്ലെങ്കിൽ പുറകിൽ ആരും ഇല്ലാത്തവൻ്റെ അടുക്കൽ ധൈര്യം കാണിക്കുന്ന ഏർപ്പാട് ശരിയല്ല. നിങ്ങൾ ധൈര്യം കാണിക്കുന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയോടും അതേപോലെ തന്നെ സാധാരണക്കാരനോടും ഒരേപോലെ തന്നെ കാണിക്കണം. അവിടെ കാണിക്കാൻ ധൈര്യമില്ലെങ്കിൽ ഇവിടെയും കാണിക്കരുത്. രണ്ടിടത്തും ഒരേ പെരുമാറ്റം പുറത്തിറക്കണം. ഇതൊരു അഭ്യർത്ഥനയാണ്, അല്ലെങ്കിൽ നാണക്കേടാണ്. പാവപ്പെട്ടവൻ്റെ നെഞ്ചത്ത് കയറാൻ ആർക്കും പറ്റും. ഇനി ഞാൻ പറയാൻ വന്നത്, കുറേ വർഷങ്ങൾക്ക് മുമ്പ് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടി ഇവിടെ ജനസമ്പർക്ക പരിപാടി നടത്തിയപ്പോൾ അതിനെ CPM-ഉം CPM-ന്റെ നേതാക്കൾ പിണറായി വിജയൻ ഉൾപ്പെടെ വിമർശിച്ചത് ഒരു വില്ലേജ് ഓഫീസറോ അല്ലെങ്കിൽ ഒരു ക്ലാർക്കോ ചെയ്യേണ്ട പണി മുഖ്യമന്ത്രിയാണോ ചെയ്യേണ്ടത്? അവരെ കൊണ്ട് പണി ചെയ്യിപ്പിക്കാൻ കഴിവില്ലാത്തത് കൊണ്ടല്ലേ ഇദ്ദേഹം ഇങ്ങനെ ജനസമ്പർക്കം എന്ന് പറഞ്ഞിറങ്ങി നടക്കുന്നത്? മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിക്ക് അറിയാമായിരുന്നു ദശകങ്ങളായിട്ട് നമ്മുടെ നാട്ടിലെ സർക്കാർ ഉദ്യോഗസ്ഥർ അനുവർത്തിച്ചു പോരുന്ന അവരുടെ ഒരു പ്രവർത്തന പാരമ്പര്യം ഒരു മുഖ്യമന്ത്രി ഇങ്ങോട്ട് വന്ന് ഒരു ഉത്തരവിറക്കിയൊന്നും മാറ്റിയെടുക്കാൻ പറ്റില്ല എന്നുള്ളത്. അവരെ കുറേശ്ശെയായിട്ട് മാറ്റാനും നിങ്ങൾ ചെയ്യേണ്ട പണി മുഖ്യമന്ത്രിക്ക് നേരിട്ട് ചെയ്യേണ്ടി വരികയാണെന്നും അവരെ കാണിച്ച് അങ്ങനെയെങ്കിലും അവർ മാറി ചിന്തിച്ച് ജനങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യട്ടെ എന്നാണ് അദ്ദേഹം അതുമൂലം കരുതിയത്. സമയമില്ലാത്തൊരു മനുഷ്യൻ പൊതുജനങ്ങളെ സേവിക്കുന്നത് നമ്മുടെ പരമപ്രധാനമായിട്ടുള്ള ധർമ്മമാണ് എന്ന് സാധാരണക്കാരെയും സർക്കാർ ഉദ്യോഗസ്ഥരെയും കാണിച്ചു കൊടുക്കാൻ വേണ്ടി ചെയ്ത മഹത്തായ ഒരു പ്രവർത്തനമായിരുന്നു ജനസമ്പർക്ക പരിപാടി. അദ്ദേഹം ഇതുപോലെ കുട്ടും കുരുവയും വെച്ചല്ല നടത്തിയിരുന്നത്. അപ്പോൾ അന്ന് അദ്ദേഹത്തെ ഇതിൻ്റെ പേരിൽ അധിക്ഷേപിച്ചവർ തന്നെ അതേ കാര്യം ഇപ്പോൾ ചെയ്യുന്നതൊരു വിരോധാഭാസമായിട്ട് തോന്നാമെങ്കിലും ഇതിവർ ചെയ്യുന്നത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കേരളത്തിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ, അതായത് ചില ആൾക്കാർക്ക് പെൻഷൻ കിട്ടുന്നില്ല, ശമ്പളം കിട്ടുന്നില്ല, പലതരത്തിലുള്ള പ്രശ്നങ്ങൾ കേരളത്തിലുണ്ട്. ഈ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കാൻ പറ്റാത്തവരാണ് പുതിയ പ്രശ്നങ്ങൾ സ്വീകരിക്കാനായിട്ട് ഇങ്ങനെ യാത്ര ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പിന്നിലെ ഉദ്ദേശം എന്തായിരിക്കും? ഇന്ന് ലോകം നിയന്ത്രിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് ഞാൻ പലവട്ടം എൻ്റെ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. സർക്കാരുകളെ നിശ്ചയിക്കുന്ന ശക്തികൾ ഈ ഭൂമുഖത്തുണ്ട്. ആരായിരിക്കണം ഒരു രാജ്യം ഭരിക്കേണ്ടത്? ആരായിരിക്കണം അവിടുത്തെ മുഖ്യമന്ത്രി? ആരായിരിക്കണം അവിടുത്തെ പ്രധാനമന്ത്രി? ആരായാൽ ഞങ്ങളുടെ താല്പര്യങ്ങൾ അവിടെ സംരക്ഷിക്കപ്പെടും എന്നൊക്കെ കണക്ക് കൂട്ടിക്കൊണ്ട് അതിന് വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കുന്ന ചില ശക്തികൾ ഈ ലോകത്തുണ്ട്. ഇലക്ഷൻ പ്രോസസ്സിനെ നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ഇലക്ഷനുകളെ വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ളത് ശരിയായിട്ട് ചിന്തിച്ചാൽ ആർക്കും മനസ്സിലാകും. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ ഏതൊക്കെ തരത്തിൽ സ്വാധീനിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിരുന്നതാണ്. അപ്പോൾ ഇവിടെ ഒരു സർക്കാർ ആരാണോ അവർക്ക് പുറകിൽ നിന്നുകൊണ്ട് കളിക്കുന്നത്, അവരുടെ താല്പര്യങ്ങളൊക്കെ സംരക്ഷിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ അവർക്ക് തുടർച്ചയായിട്ട് ഭരണം ഉറപ്പാക്കാനായിട്ട് അവർക്ക് പല വഴികളുമുണ്ട്. അതായത് ഈ സർക്കാരുകൾക്ക് തുടർഭരണം ഉറപ്പാക്കാനായിട്ട് ഇവരെ ഉപയോഗപ്പെടുത്തുന്ന ആ ശക്തികൾക്ക് വഴികളും ഉപാധികളുമുണ്ട്. അതിലേക്കൊക്കെ നമ്മൾ പോകുന്നില്ല. അപ്പോൾ അവരുടെ താല്പര്യം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യം അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനം എന്ന് പറയുന്ന കമ്പോളം അവരുടെ വരുതിയിൽ നിൽക്കണം. നിങ്ങൾക്കറിയാം, കൊറോണ വരുന്നതിന് മുമ്പ് നമ്മുടെ നാട്ടിൽ ആരെങ്കിലുമൊക്കെ ഒരു മൊബൈൽ ഫോണോ ഒരു ലാപ്ടോപ്പോ ഒരു കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം വാങ്ങണമെന്നുണ്ടെങ്കിൽ അടുത്തുള്ള ഒരു കടയിലേക്ക് പോകും, അടുത്തുള്ള ഒരു ടൗണിലേക്ക് പോകും, അവിടുത്തെ ഒരു കടയിൽ ചെന്ന് വാങ്ങും. എന്നാൽ ലോക്ക്ഡൗൺ വന്നപ്പോൾ നമ്മുടെ രാജ്യത്തേക്ക് ആമസോൺ പോലെയുള്ള ഓൺലൈൻ ട്രേഡിംഗ് കമ്പനികൾ കാലെടുത്ത് വെച്ചു. അതിന് മുമ്പ് തന്നെ അവരുണ്ടെങ്കിലും ലോക്ക്ഡൗൺ സമയത്താണ് അവർക്ക് നല്ല റീച്ച് കിട്ടുന്നത്.
കാരണം എല്ലായിടത്തും ഇൻ്റർനെറ്റ് എത്തിക്കണം എന്ന് അവരുടെ താല്പര്യാർത്ഥം, ഈ ആമസോണിൻ്റെയൊക്കെ പിന്നിലുള്ള വലിയ വലിയ ശക്തികളുടെ താല്പര്യാർത്ഥം നമ്മുടെ നരേന്ദ്രമോദി അണ്ണൻ ഗ്രാമങ്ങളിൽ പോലും ഇൻ്റർനെറ്റ് എത്തിച്ചു. കുട്ടികൾക്ക് ഓൺലൈൻ ക്ലാസ് ഏർപ്പെടുത്തുന്നു എന്നതിൻ്റെ പേരിൽ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് പോലും മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുക്കേണ്ട ഒരു സാഹചര്യം ഇന്ത്യയിൽ ഉണ്ടായി. അങ്ങനെ എല്ലാ വീടുകളിലും ഫോണും ഇൻ്റർനെറ്റും ഒക്കെ എത്തി. ആമസോൺ പോലെയുള്ള കമ്പനികൾ ഇങ്ങോട്ട് വന്നപ്പോൾ അവർക്ക് സുഗമമായിട്ട് വ്യാപാരം ചെയ്യാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ രാജ്യം മാറി. അപ്പോൾ അങ്ങനെയൊക്കെ മാറ്റിക്കൊടുക്കുന്ന, അവർക്ക് അനുകൂലമായിട്ട് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഭരണാധികാരികൾ ഇവിടെ ഉണ്ടെങ്കിൽ, ഞാനീ പറയുന്ന ആമസോണിനെ കുറിച്ച് മാത്രമല്ല, ആമസോൺ ഒന്ന് മാത്രം. അപ്പോൾ അങ്ങനെയുള്ള ഭരണാധികാരികളെ ഇവിടെ നിലനിർത്താൻ അവർക്ക് സാധിക്കും. പക്ഷേ അങ്ങനെ വെറുതെ അങ്ങ് നിലനിർത്തുകയല്ല അവർ ചെയ്യുന്നത്. ജനങ്ങൾക്ക് സംശയമൊന്നും തോന്നരുത്. ജനങ്ങളെ എപ്പോഴും വിശ്വാസത്തിലെടുക്കണം. കാരണം ജനം തിരിഞ്ഞാൽ സകലതും തിരിഞ്ഞു എന്ന് അവർക്കറിയാം. അതുകൊണ്ട് ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാൻ വേണ്ടി ഈ സർക്കാരിന് സ്വീകാര്യതയുണ്ട്, ഈ സർക്കാരിനെ ജനങ്ങൾ ഇപ്പോഴും ഇഷ്ടപ്പെടുന്നുണ്ട്, അതിന് ചില കാരണങ്ങൾ വേണം. ഇന്ന് നമ്മൾ കേരളത്തിൽ തെക്ക് മുതൽ വടക്ക് വരെ ഒരു 10,000 പേരെ കണ്ട് ഇപ്പോൾ ഭരിക്കുന്ന സർക്കാരിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു അഭിപ്രായമേ കിട്ടുകയുള്ളൂ, ഇവരൊന്ന് ഇറങ്ങിപ്പോയാൽ മതി. CPM-കാർ പോലും ഇത് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇവരുടെ യജമാനന്മാരുടെ താല്പര്യങ്ങൾ ഭംഗിയായിട്ട് സംരക്ഷിക്കുന്നവരാണ് എങ്കിൽ ഇവർ തന്നെ വീണ്ടും അധികാരത്തിൽ വരും, ഒരു സംശയവുമില്ല. നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന ഇലക്ഷൻ പ്രോസസ്സ് ഇങ്ങനെയൊക്കെ തന്നെയാണ് അടുത്ത തവണയും നടക്കുന്നതെങ്കിൽ ഇവർ നിസ്സാരമായിട്ട് അധികാരത്തിലെത്തും. ജനങ്ങൾ ആർക്ക് കുത്തിയാലും ശരി അവർ തന്നെ വരും. അങ്ങനെ അവർ വരുമ്പോൾ എങ്ങനെയാണ് ഇത്രയധികം ജനപ്രിയമില്ലാതിരുന്ന ഒരു സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്നത് എന്ന് ചോദിച്ചാൽ അവിടെ കാണിക്കാൻ ചില കാരണങ്ങൾ വേണം. ഞങ്ങൾ നവകേരള സദസ്സ് നടത്തി, ഞങ്ങൾ അത് ചെയ്തു, ഇത് ചെയ്തു, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പത്രക്കാർക്ക് ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ജനങ്ങളെ വിശ്വസിപ്പിക്കത്തക്ക പോലെ അവർക്ക് കാണിക്കണം. കാര്യം ജനങ്ങൾക്കറിയില്ല ആരൊക്കെ ആർക്കൊക്കെ വോട്ട് ചെയ്തു. ജനങ്ങൾ ചിന്തിക്കുന്നത് ഒരുപക്ഷെ ഞാൻ ഈ സർക്കാരിനെ ഇഷ്ടപ്പെടുന്നില്ല, മറ്റുള്ളവർ ഇഷ്ടപ്പെടുന്നുണ്ടാകും, കലികാലമൊന്നല്ല എന്ത് പറയും എന്നൊക്കെ ചിന്തിച്ച് ആ തരത്തിലങ്ങ് പോകും. പക്ഷേ യഥാർത്ഥത്തിൽ എല്ലാവരുടെയും കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഞങ്ങൾ ചിലതൊക്കെ ചെയ്തതിൻ്റെ പേരിൽ ജനങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തതാണ് എന്ന് കാണിക്കാൻ വേണ്ടി ഇതുപോലെയുള്ള ചില കോപ്രായങ്ങൾ പിന്നാലെ വരും. അപ്പോൾ നവകേരള സദസ്സ് വെറുതെ അങ്ങ് നടത്തി പോയി കഴിഞ്ഞാൽ ആരും അത് ശ്രദ്ധിക്കില്ല. മുഖ്യമന്ത്രി തെക്ക് മുതൽ വടക്ക് വരെ യാത്ര നടത്തി കുറേ ആൾക്കാരെ കണ്ടിട്ട് പോയി കഴിഞ്ഞാൽ അതിന് മാധ്യമങ്ങൾ വലിയ പ്രാധാന്യമൊന്നും കൊടുക്കില്ല. അവിടെ മാധ്യമ ശ്രദ്ധ നല്ലപോലെ കിട്ടണമെങ്കിൽ അവിടെ എന്ത് വേണം? എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാകണം. ആ പ്രശ്നം ഉണ്ടാക്കാനുള്ള കരാറ് പ്രതിപക്ഷ പാർട്ടികൾ ഏറ്റെടുത്തു. അല്ലെങ്കിൽ മുഖ്യമന്ത്രി നവകേരള സദസ്സ് നടത്തുന്നു എന്നതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് എന്താണ് കുഴപ്പം? അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾ കൊണ്ടും നമുക്ക് കുഴപ്പമുണ്ട്. ഇതുകൊണ്ട് അതിലും വലിയ കുഴപ്പമൊന്നും വരാൻ പോകുന്നില്ല, നടത്തിക്കോട്ടെ എന്ന് വെച്ചാൽ മതി. അപ്പോൾ അതിനെ വലിയൊരു പ്രശ്നമായി കണ്ടുകൊണ്ട് അതിന് ഇടങ്കോലിടാൻ അവർ പോയെങ്കിൽ ഈ വ്യാപാരത്തിൽ അവരും പങ്കാളികളാണ് എന്ന് വേണം നമ്മൾ അനുമാനിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ വീണ്ടും ഈ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ അവരെ അധികാരത്തിൽ എത്തിക്കാൻ വേണ്ടി ആരൊക്കെ അതനുസരിച്ച് പെരുമാറുന്നു, ആരൊക്കെ ഇവരുടെ പ്രവർത്തനങ്ങൾക്ക് പബ്ലിസിറ്റി കൊടുക്കത്തക്ക പോലെ ഇടപെടുന്നുണ്ടോ അവർക്കെല്ലാം അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങൾ കിട്ടുമായിരിക്കും, നമുക്കറിഞ്ഞുകൂടാ. പക്ഷെ എന്തു തന്നെയാലും ശരി, ഇപ്പോൾ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ പോലും പരിഹരിക്കാൻ പറ്റാത്ത ഈ സർക്കാർ ഇത്തരത്തിലുള്ള കോപ്രായങ്ങൾ നടത്തുന്നത് നാളെ പറയാൻ വേണ്ടിയാണ് ഞങ്ങൾ വീണ്ടും അധികാരത്തിൽ വന്നത്. നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കുന്നത് പോലെ മറ്റേതെങ്കിലും മാർഗത്തിലൂടെയല്ല, ജനങ്ങൾ തന്നെ തിരഞ്ഞെടുത്തിട്ടാണ്. കാരണം ഞങ്ങൾ നവകേരള സദസ്സ് നടത്തി, ഇനിയും ഇതുപോലെയുള്ള എന്തൊക്കെ സദസ്സ് പിന്നാലെ വരും എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഉറപ്പായിട്ടും വരും എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. അപ്പോൾ ഇതെല്ലാം കൊണ്ടാണ് ഞങ്ങൾ അധികാരത്തിൽ വന്നതെന്ന് നാളെ അവർക്ക് പറയാൻ സാധിക്കും. ഈ രീതി മാറണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ചതി, അതായത് ജനാധിപത്യത്തിൻ്റെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ചതി നമ്മുടെ രാജ്യത്ത് നിന്ന് മാറണമെന്നുണ്ടെങ്കിൽ വളരെ വലിയ ചില അഴിച്ചുപണികൾ ആവശ്യമായിട്ട് വരും, വളരെ വലിയ അഴിച്ചുപണികൾ. അതിന് വ്യക്തമായിട്ട് നമുക്ക് ചില പ്ലാനുകൾ ഉണ്ടാക്കാൻ പറ്റുമെങ്കിലും അതൊന്നും ഇവിടെ ഈ വീഡിയോയിൽ പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. അങ്ങനെയൊക്കെയുള്ള അഴിച്ചുപണികൾ വന്നെങ്കിൽ മാത്രമേ, ഇന്ന് നിലനിൽക്കുന്ന രാഷ്ട്രീയ സംസ്കാരം മാറിയെങ്കിൽ മാത്രമേ, തെരഞ്ഞെടുപ്പിൻ്റെ രീതികൾ മാറിയെങ്കിൽ മാത്രമേ നമുക്ക് യഥാർത്ഥത്തിലുള്ള ജനാധിപത്യം അനുഭവിക്കാൻ പറ്റുകയുള്ളൂ. അങ്ങനെയൊക്കെ വേണമെന്ന് ഇന്ത്യയിലെ ജനങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സാധിക്കാവുന്ന കാര്യവുമാണ്. താങ്ക് യു.